നമ്മൾ അടുത്ത ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ മഴക്കാലത്ത് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. ബാസ്കിൻ റോബിൻസ്. താഴത്തോട്ട് വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവാം. 10,000 രൂപ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ കൂട്ടാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും 10,000 കഴിക്കുന്നില്ല. അതാണ് കൂട്ടാത്തത്. അപ്പൊ പിന്നെ 5,000 ഞാൻ മിഡിൽ ഗ്രൗണ്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പകുതി കഴിച്ച് 5,000 തരും. ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നു, അധികം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ പകുതി കഴിക്കണം. കുറച്ചൊക്കെ കഴിച്ച് മെനക്കെട്ടൊക്കെ വിടാറില്ല ഞാൻ. അപ്പൊ ഇത് ഫുള്ളും കഴിക്കണം. നമുക്ക് കണ്ടസ്റ്റന്റ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് നോക്കി ഇൻസ്റ്റ ഫോളോ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടസ്റ്റന്റ് ആകാം. അതിന്റെ വീഡിയോക്കകത്ത് വരാം. നമ്മുടെ കണ്ടസ്റ്റന്റ് അവൻ തകർക്കാൻ പോവുകയാണ്. എന്തിനാണ് ഇത് അഗ്രി ചെയ്യുന്നത് മനസ്സിലാകുന്നത്? ബ്രെയിൻ ഫ്രീസ് ആവാൻ വേണ്ടിയാണ് മഴയത്ത്. അല്ല, കുറച്ചാളായിട്ട് ബ്രോയുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ വന്നേക്കുള്ളതുണ്ടായിരുന്നു. വെറുതെ ചുമ്മാ ആയിട്ട് കിട്ടുന്നു. അല്ല, അതല്ല, കഴിക്കണം. നീ കഴിക്കാതെ പോവില്ല. ഇത് ഫുൾ തല തണുത്തുവോ? എനിക്കറിയാം. മഴയത്ത് പറ്റുമോ? നോക്കാം. നോക്കിയിട്ട് കാര്യമില്ല, കഴിക്കണം. അല്ല, കഴിക്കാതെ പോവില്ല. ഇവിടെ കുറെ സാധനം കിട്ടും. സ്കൂപ്സ്, ഷേക്സ്, സൺഡേസ്, വാപ്പിൾസ്, കേക്ക്, സ്റ്റിക്ക്. എനിക്ക് തോന്നുന്നു സ്റ്റിക്ക് എന്റെ നക്കുന്നത് കഴിക്കാം. എനിക്ക് വേണ്ടിയാണ് അല്ലേ? അപ്പൊ എന്താ വേണ്ടത്? എന്തുവേണം കഴിക്കാം. പിന്നെ ഇവിടെ ഏകദേശം 36 ഐസ്ക്രീം സ്കൂപ്സ് ഉണ്ട്. ഈ 36 ഐസ്ക്രീം സ്കൂപ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ആയിട്ട് പുറത്തിറങ്ങേണ്ടി വരും. അല്ലേ? അന്ന് ഇത്ര ഫുള്ളൊന്നും കഴിക്കണ്ട. എന്തോ കഴിക്കേണ്ടത്? നിനക്ക് എന്താ കഴിക്കേണ്ടത്? എനിക്ക് ഫ്രൂട്ടി ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയ ഒരു സുഖമായിരിക്കും. ഫ്രൂട്ടി ഉണ്ട്. ഫ്രൂട്ട് ക്രീം സൺഡേ ഉണ്ടെന്ന്. അതായത് അതൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ക്വാണ്ടിറ്റി കൂടുതലാണ്. ഞാൻ ഒരു സ്കൂപ്പ് എന്നാലും ഈ 36 കഴിക്കണം. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കി തരാം. ഇവിടെ ആവശ്യത്തിലധികം ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഇവരുടെ വേറൊരു മെനു ഉണ്ട്. ഓൾമോസ്റ്റ് മിക്ക ഐറ്റം കവർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, കാണാമല്ലോ. അപ്പം ഇതൊരു 15 ഐറ്റം, പുറകിൽ 2 ഐറ്റം, 17. ഈ 17 എണ്ണത്തിൽ നിന്ന് ഒരു 8 എണ്ണം നീ കഴിച്ചാൽ 5,000 രൂപ. അത് ഈ 17 ഫുള്ളും കഴിച്ചാൽ ഞാൻ 10K. ചെറിയൊരു ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടോ വെച്ചാൽ ഈ സാധനത്തിന് വലിപ്പക്കുറവ് ഉണ്ടോ ഇല്ലെന്ന്. അതിപ്പോ മേടിച്ച് കഴിഞ്ഞിട്ട് അറിയാം. ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുക ഫുള്ളും. മത്തടിക്കുന്ന പോലെ ഇരിക്കും. എത്ര പേര് വന്ന് മത്തടിക്കാറുണ്ട് സാധാരണ? നീ ആദ്യമായിട്ട് മേടിച്ചു. നീ മത്തടിക്കരുത്. മത്തടിച്ചത് നിനക്ക് കൊള്ളാം. അത്ര ഞാൻ പറഞ്ഞില്ലല്ലേ. ഇത് 3 എണ്ണോ, ഇത് 3 എണ്ണോ, ഇത് 3 എണ്ണോ. ബ്രോ അപ്പൊ വേണ്ടതില്ല, ഞാൻ പറയാം. ഒരു ഡച്ച് ചോക്ലേറ്റ് ഹോട്ട് ഫഡ്ജി കുക്കി സിസ്ലിംഗ് ഡെസേർട്ട് और मिसिसिपी मड croissant corn sundae, gulab jamun sundae, vanilla affair brownie dessert, banana and strawberry fruit cream sundae, mary berry strawberry waffle sundae, mississippi mud sizzling brownie dessert. കേട്ടോ, ആ ആവശ്യമുള്ളൊക്കെ എടുക്ക്. പെട്ടെന്നുള്ള സർവീസ്. ഇതെന്താണ് ഒരു കുക്കിയുടെ പൊക്കത്ത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇത് ചൂടായിരിക്കും തണുപ്പായിരിക്കും രണ്ടുമായിരിക്കും കേട്ടാ. സിസ്ലിംഗ് ഇനിയും ഉണ്ട്, അറിയുന്നില്ല. കുക്കി നല്ല മെൽറ്റാണ്. ഒട്ടും ഡിലേ ഇല്ല. അവർ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചൂടാണ്, കുറച്ച് തണുപ്പാണ്, മോസ്റ്റ്ലി എല്ലാം തണുപ്പാണ്. നീ എങ്ങനെ ട്രൈ ചെയ്ത് ഇവിടെ കൈയിടായിരുന്നാ മതി. ചിലപ്പോൾ ഫുള്ളു. അടുത്തത് എത്ര ഉണ്ട്? ഫുള്ളും എത്ര സ്പൂൺ ഉണ്ട്? ഇത് മാത്രം ഒറ്റയ്ക്ക് കഴിക്കാനാ? എല്ലാത്തിനും ഇല്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ 2 എണ്ണം വേണ്ടി വരും. എല്ലാം കൂടി എത്ര ഓർഡർ ചെയ്തത്? ഇപ്പൊ 3 3 9 എണ്ണം ഓർഡർ ചെയ്തു. ഓരോ സെക്ഷൻ എല്ലാം കൂടി. അപ്പൊ ഇത് കഴിച്ചാൽ നീ 5,000 രൂപ കിട്ടും എന്തായാലും. ഇതൊക്കെ എത്ര ഉള്ളത്? 9 എണ്ണം. ഈ ബ്രൗണി വിത്ത് ഐസ്ക്രീം ഒക്കെ മോനെ ബ്രൗണി ചൂടായിരിക്കും ചിലപ്പോ. കാരണം അങ്ങനെയാ എല്ലാം കണ്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് എനിക്ക് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു സംശയം. അത് നീ പറഞ്ഞായിരുന്നു കുറച്ചേ. പുറത്ത് മഴ, അകത്ത് തണുപ്പ്. കഴിച്ചടിക്കണ്ട. അത് ഞാൻ കൊണ്ടുവന്നിട്ട് നിൽക്കുന്നു. തീരുന്നില്ല സാധനം. ഇതെന്താണ്? മുളക ചുമന്നൊക്കെ ഇരിക്കുന്നു. സ്ട്രോബെറി എന്നാണ് തോന്നുന്നത്. നല്ല സ്മെല്ല്. എനിക്ക് വായിന്ന് വെള്ളം വരുന്നതൊക്കെ അടുത്തുമ്പോൾ നീ കഴിച്ചു തീർന്നു. എത്രയായി? ഇപ്പൊ 5 എണ്ണം ആയിട്ട്. ഇനി ഒരു 4 എണ്ണം കൂടി. നിന്റെ 6ാമത്തെ ഐറ്റം എത്തിയിട്ടുണ്ട് സൺഡേ. ഫ്രൂട്ടിയായിട്ട് കുഴപ്പമില്ല, കഴിക്കാം. ഫ്രൂട്ടിയായിട്ട് കുഴപ്പമില്ല. കുറച്ച് വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. നീ കഴിക്കും. എനിക്ക് ഉറപ്പ് മാത്രമാണ്. ബോയ്സ് അടുത്ത ഐറ്റം എടുത്തിരിക്കുകയാണ്. എല്ലാം വരുന്നത് ചെറിയ സൈസാണ്. സത്യം പറയാം, അവിടെ മെനു കണ്ട അതേ സൈസ് തന്നെ. മെനുവിനകത്ത് പ്രിന്റ് ചെയ്ത സൈസിനാണെന്ന്. നിനക്ക് കുറച്ചൊക്കെ ശരിയാവുന്നില്ല കേട്ടോ. 10,000 മേടിക്കുന്ന എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊക്കെ പറ്റണ്ടേ? എളുപ്പമായി പോയാ. ഇതിപ്പോ എത്ര രൂപയായിക്കോ? അവിടെ എത്ര രൂപയായി? ഇനി 1 എണ്ണം കൂടി. ഇത്ര ആരെങ്കിലും ഇവിടെ മേടിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ മേടിച്ചല്ലോ. ഇങ്ങനെ ഈ പ്രൗഡ് മൊമെന്റ്. വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു ബ്രോയെ കാണാനും മെസ്സേജ് അയക്കാനും തോന്നിയത്. അതുകൊണ്ട് 15,000 രൂപ മേടിച്ചിട്ട് എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. ഫൈനൽ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പേര് നട്ടി പ്രൊഫസർ എന്നാണ്. നട്ടി പ്രൊഫസർ കംപ്ലീറ്റ് ചെയ്തി. ഇവിടെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യും. ബാബുരാജിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, നോട്ടി പ്രൊഫസർ. നോട്ടി പ്രൊഫസർ. നോട്ടി അമേരിക്കൻ അറിയോ? നമ്മുടെ ആളാണ്. റെഡിയല്ലേ?
എല്ലാം ആയിട്ട് എത്തിക്കഴിഞ്ഞ് ഇത് ഫുള്ളും കഴിച്ച് 5000 സ്റ്റാർട്ട് ആക്കി ചാമ്പിക്ക് അവിടെ നിന്ന് ഞാൻ ഇത് തുടങ്ങട്ടെ. ആ ഇത് തുടങ്ങി. സാധനം കൊള്ളാടോ, രസമുണ്ട്. 4 സ്കൂപ്പ് കഴിയുമ്പോൾ നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, വലിയ സ്കൂപ്പ് പിടിച്ചു. കുറച്ച് കഴിയുമ്പോ തണുത്ത് വിറച്ചിരിക്കുന്ന ക്രിസിന് നമ്മൾ കാണും. ക്രിസ് ഫ്രീസ്. ശരിയല്ലേ, സിംഗാവുന്നുണ്ട്, റൈം ചെയ്യുന്നുണ്ട്. ഗൈസ് ഞാൻ പയ്യാണ് കഴിച്ചു തുടങ്ങുന്നത്. ഒരു സ്ട്രാറ്റജി, ചാറ്റ് GPT പറയുന്ന സ്ട്രാറ്റജിയാണ്. നോക്കട്ടെ എങ്ങനെയാവും. 1 മണിക്കൂറുള്ളൂ. ഞാൻ ടൈമിംഗ് ഒന്നും വെച്ചില്ലേ. ഓഹോ, വൈകുന്നേരം വരെ കഴിക്കാനില്ല. ഇതിപ്പം 3 മണിയാകുന്നു. ഒരു 3 മണി കൂട്ടിക്കോ നീ. 3 മണിയാ? ആ 3 മണി കൂട്ടിക്കോ. 3 മണി തൊട്ട് 4 മണി. ഇത് വേറെ കുത്തിക്കിട്ട് വേണം. ഒരു എളുപ്പമുണ്ടോ? ഇത് ചൂടല്ലേ? നീ അല്ലേ പറഞ്ഞ ചോക്ലേറ്റ് മറ്റേതൊക്കെ നടന്ന്? അല്ല, ഇത് തണുപ്പല്ലേ, ചൂടല്ലേ, ബ്രെയിൻ ഫ്രീസ് ആവാതിരിക്കാനായിട്ടൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത്. നീ ഇപ്പൊ കഴിക്കുന്ന ഡച്ച് ചോക്ലേറ്റ് ഹോട്ട് ഫഡ്ജി കുക്കി സിസ്ലിംഗ് ഡെസേർട്ട്. അതിന്റെ അടിയിലെ കുക്കി പൊട്ടിച്ചെടുക്കാൻ വെച്ച് പാടാം. കുക്കി ഉണ്ടാകത്ത്. ആ കഴി. എങ്ങനെ ഉണ്ട് ഐസ്ക്രീം? നല്ല ചോക്ലേറ്റ് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് ചോക്ലേറ്റ് വലിയ താല്പര്യമില്ല. പക്ഷെ വാസ്കിന് ഐസ്ക്രീം അല്ലേ, വില കൂടില്ല, എന്നാലും അല്ലേ ഒരു രസമുണ്ട് കേട്ടോ. ചൂടും തണുപ്പും മാറി മാറി വരുമ്പോഴേ നാക്കിന് ഫീൽ കിട്ടുന്നുണ്ട്. അല്ല ഒരു ഇതില്ല, നീ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കോമ്പറ്റീഷൻ ആണ്. ഞാൻ പറയുന്ന എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് കഴിച്ച് നമ്മുടെ വയററിയത്തില്ല. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ അത് അറിഞ്ഞ് ദഹിച്ച് പിന്നെ അതൊരു മത്തായി. ശരിയല്ലേ? ആ നീ ഇഷ്ടമുള്ള കഴിയും, നിന്നെക്കൊണ്ട് പറ്റും. ചിലതൊക്കെ ഇതെന്തോ അത് ക്യൂബ് പോലെ എന്തോ സാധനം. ഞാൻ തേങ്ങയാണ് ജലാട്ടോ. നല്ല രസമുണ്ട്. കൊള്ളാൻ നീ പറഞ്ഞിട്ട് പറയും. നീ കഴി, എന്നെ കാണിച്ചിട്ട് കൊള്ളാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കഴിക്കുന്നോ? കുറച്ച് കഴിക്കുന്നില്ല. ആ 7 വരാം. വേണ്ട കഴിക്കുക. ഇത് തീരാൻ പോവാണ്. ഇത് കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ കംപ്ലീറ്റ് എനിക്കാണ്. വലിയ സമയം എടുത്തില്ല എനിക്ക് കേട്ടോ. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് സമയമുണ്ട്. പക്ഷെ കുറച്ചുകൂടി പേസ് ഫാസ്റ്റ് പിടിക്കേണ്ടി വരും. 15 കഴിക്കണം. നീ ഇപ്പൊ കഴിക്കുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു 12 ആയിട്ട് കഴിക്കാറുണ്ട്. നീ ഇതിനകത്തോട്ട് പിന്നെ മിക്സ് ചെയ്താ? നീ ഇതിലെന്തിനാ ഇപ്പൊ ഇത് മിക്സ് ചെയ്തത്? ബ്രോ ഇത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് പിന്നെ ആ റീസൺ തന്നെ ചൂടായതൊന്നും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റ്സ് ഉപയോഗിച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെയും ചൂടിലോട്ട് എത്തി. ചൂടുള്ള ഒരെണ്ണം കൂടി ഇല്ല നമുക്ക്. ചൂടുള്ള ഒരെണ്ണം കൂടി ഇല്ല. ചൂടുള്ള ഇനി ഒരെണ്ണം കൂടി ഇല്ല. ഒരെണ്ണമുണ്ട്. സാറിന് ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലാണോ ഇത്രയൊക്കെ ഫുഡ് കുറവാ? അങ്ങനെയല്ല, ഞാൻ കഴിക്കണ 1 മീൽ ഡേ പരിപാടിയാണ്. ഡയറ്റ് നല്ല ബ്രോ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൗസി ആയിട്ടൊരു ഫീലിംഗ് ആണ്. അത് മനസ്സിലായി. നിനക്ക് നല്ലതായിട്ട് ഫീൽ ആകും കുറച്ച് കഴിച്ച്. ഇവൻ ഇന്നത്തെ 1 മീൽ ഫുൾ ഐസ്ക്രീമിലാണ് തീർക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ തീരുന്നു. ഗുലാബ് ജാമുനാണ് ഇച്ചിരി ടാസ്ക്. നല്ലതാന്നു നല്ല മാറ്റി പറഞ്ഞു. ഇതുവരെ നിനക്ക് ഇതിനകത്തൊക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ഏറെക്കുറെ. ഇത്ര തണുപ്പ് കഴിച്ചിട്ടും ഇല്ല. ഇത് ചൂടായതായിരുന്നേ. നിന്റെ ചൂട്. കഴിച്ചതിപ്പോ ബ്രെയിൻ ഫ്രീസ് ആവുന്നുണ്ട്, ആയി തുടങ്ങുന്നുണ്ട്. തലയൊക്കെ ഒരുമാതിരി വല്ലാണ്ടാവുന്നുണ്ട്. പക്ഷെ കഴിച്ച് തീർത്തിട്ടേ പറ്റൂ. കഴിച്ച് തീർത്താ മതി. എനിക്ക് വേണം നാളെ പോയിട്ട് 20,000 പറയാം. ആരും കഴിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് 10 കിട്ടിയിട്ട് നമുക്ക് 20 ഓക്കെ. അതും തീരാറായ. ഈ പെട്ടെന്ന് നാളിലാണ് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടല്ല, നീ കൊടുക്ക തീറ്റയായതുകൊണ്ടാണ്. വലിയ ബൈറ്റ് എടുക്കണം. എന്റെ ബ്രെയിൻ ഫ്രീസ് ആവുന്നുണ്ട്. പിന്നെ എങ്ങനെ കഴിക്കുന്നത്? ഞാൻ എന്റെ 10,000 രൂപ മേടിച്ചിങ്ങനെ നിൽക്കുന്നത് മനസ്സിലിങ്ങനെ പിക്ചർ ചെയ്തോണ്ടിരിക്കും. ഒടുക്കത്തെ പിക്ചറിങ്ങാണ് അങ്ങോട്ട്. അതൊക്കെ വേലയാ. നാക്ക് കുഴയുന്നുണ്ട്. നാക്ക് കുഴയുന്ന കുഴപ്പമില്ല. നാക്ക് കുറച്ച് ടങ് ട്വിസ്റ്റർ ഒക്കെ തരാം. ഇതറിയോ? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി ചെറു കുരുമുളക്. എന്തുരുളും? തണ്ടുരുളും തടിയുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി ചെറു കുരുമുളക് ഉരുളും. ഞാൻ നേരത്തെ ഐസ്ക്രീം കഴിച്ചാണ്. ചങ്കുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി ചെറു കുരുമുളക് ഉരുളും. 1 മണി ചെറു കുരുമുളക് ഉരുളും. ഇത് ഭയങ്കര തണുപ്പാണ്. അതാണ് തീർന്നല്ലേ? വെള്ളമാണ്. ഓ അത് കുടിക്കണം. അത് 3ാമത്തെ സാധനം തീർന്നിരിക്കുകയാണ്. 1 സ്റ്റെപ്പ് ക്ലോസർ. അടുത്ത ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം. നല്ല ബ്രൗണിയാണ്. നല്ല ബ്രൗണിയാണ്. പക്ഷേ പൊട്ടിക്കാൻ ഇച്ചിരി പാടാ. കൂടം കൊണ്ടുവരേണ്ടി വരുന്നു.
ബ്രൗണി ചൂടാണ്. വേണ പൊട്ടിക്കാൻ പറ്റുന്നില്ല. പൊട്ടിച്ചെടുക്കങ്ങോട്ട്. ഓ കുറച്ച് കട്ടി പിടിച്ച ബ്രൗണിയാണെന്ന് തോന്നുന്നു. കൊള്ളാം. പക്ഷേ ഭയങ്കര ഹെവിയാ. കൊള്ളാം. പക്ഷെ കൊള്ളാം. ബ്രൗണി എങ്ങനെയുണ്ട്? ബ്രൗണി നല്ല ഇച്ചിരി പാടാ, പൊട്ടിച്ചതൊക്കെ ഇച്ചിരി പാടാ. എല്ലാം കൊള്ളാന്ന് ഇങ്ങനെ പറയണം എന്റെ അടുത്തിരുന്ന്. എന്തൊക്കെ എനിക്ക് വല്ല ടേസ്റ്റ് പിടിക്കുന്നില്ലെന്നൊക്കെ പറയാറുണ്ട്. പൊട്ടിക്കങ്ങോട്ട്. നിനക്ക് ഇതൊരു മടുപ്പ് തോന്നിയിട്ടില്ലേ? മടുപ്പ് തോന്നുന്നുണ്ട്. മൈൻഡ് ചെയ്യാതെ നീ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതൊന്നും കണ്ടു കൊട്ടി കളിക്കുന്നത്. അല്ല ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാ നിങ്ങളെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഉള്ള ആളായോണ്ട് അങ്ങനെ വീഡിയോ കാണുന്നത്. കുറച്ച് എനിക്കൊന്ന് നല്ല ഹെവി ബ്രൗണി ആയിരുന്നാണ്. ഇവിടെ ഏത് ടൈറ്റനിയം വെച്ചാണ് ഈ ബ്രൗണി ഉണ്ടാക്കുന്നത് ഡൗട്ട്. ഇതൊന്നും നീ ഇങ്ങനെ കഴിക്കൂടാ. ഈ ബ്രൗണി ഒന്ന് പൊക്കിയെടുത്ത് വായിലോട്ട് എനിക്ക് ഇരുന്നല്ലോ. ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇച്ചിരി പാടാ. ബ്രൗണി ഉരുക്കൊണ്ടാണോ? ഇരുന്നിരുന്ന് കട്ടിയായത്. അപ്പൊ ഇങ്ങനെ ചൂടാക്കിയാണോ? ചൂടാക്കി തണുത്തയാ. അത് ബ്രൗണിയുടെ തെറ്റാ അല്ലെ? നിന്റെ തെറ്റാ, നമ്മുടെ തെറ്റാ. എനിക്ക് പാടാട്ടോ, കാണുന്നല്ലേ. ഞാൻ ചുമച്ചു തുടങ്ങി. അവന്റെ ഒടുക്കത്തെ കട്ടിയുള്ള ബ്രൗണി അത് ചൂടോടെ കഴിച്ചാല് ഇറങ്ങത്തുള്ളൂ. മോൻ എങ്ങനെ കഴിച്ചു തീർക്കും? നീ ഐസ്ക്രീം മാത്രമേ ബാക്കിയുള്ളതിനകത്ത്. ഇനിയും കൊറേ ഉണ്ടല്ലേ. കാണാൻ പ്രശ്നമുണ്ടായിരുന്നു. കാണാൻ കുറച്ചുള്ള നീ ഇതെങ്ങനെ തീർക്കും? എനിക്കൊന്നുമില്ല. നീ അടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി 5 കൂടി ഉണ്ട്. ഇവിടെ ഒരു ബ്രൗണി ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ 2 കുക്കീസ് 3 കുക്കീസ് അറിയപ്പെട്ടു. എല്ലാം ഏകദേശം ഈ ഒരു ഒടിച്ചു പിടിക്കേണ്ട അവസ്ഥയിലാണ്. 4th ഐറ്റം തീർന്നിരിക്കുന്നു. അതും തീർത്ത വെള്ളോ 5 കണ്ട 5 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. തോന്നുന്നു പക്ഷെ ഒരു ബ്രെഡിന്റെ പരിപാടിയുണ്ട്. ബ്രെഡൊക്കെ തന്നെയാണ്. ഇപ്പൊ അവിടെ ചോക്ലേറ്റ് കിടന്ന് മെഴുകി കിടക്കും. കാപ്പി മുഖ്യ ബണ്ണിന്റെ സെറ്റപ്പാ. പക്ഷെ ഭയങ്കര കട്ടിയാ. കട്ടൻ കാപ്പിക്കാതെ നമ്മള് ബണ്ണ് മുക്കൂല. കട്ടൻ കാപ്പിയിൽ ബണ്ണ കഴിച്ചോ? പക്ഷെ ഭയങ്കര കട്ടിയാ. എല്ലാം കട്ടിയായി. ഇതിനകത്ത് കൈവച്ച് കഴിക്കേണ്ടി സ്പൂൺ വെച്ചുള്ള സമയം തീർന്നത്. കൈവച്ച് കഴിക്കേണ്ടി വരിക. എല്ലാം ഭയങ്കര കട്ടിയാ, പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇതിനു വേണ്ടി ഈ പ്ലേറ്റിനെ അടുത്ത് വെച്ചോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന തോന്നില്ല. എല്ലാം അലിഞ്ഞു തുടങ്ങിടാ. പെട്ടെന്ന് കഴിക്കടാ. സമയത്തായി സമയം ഇനിയും സമയമുണ്ട് കേട്ടോ. 17 മിനിറ്റേ ആയിട്ടുള്ളൂ. ഫാസ്റ്റാ. ബ്രെയിൻ ഫ്രീസ് ആയല്ലേ. 10,000 കോൺഫിഡൻസ് ഓവർ ബൈറ്റിനനുസരിച്ച് താഴത്തോട്ട് വീണോണ്ടിരിക്കുക. പൊക്കത്തോട്ടിരിക്കുക. ഈ വെള്ളം കുടിച്ചിറക്കതി കുറച്ച് കഴിച്ചു താഴത്തോട്ട് പോട്ടെ. കുഴപ്പമില്ല, ഇതിനോട് പറ്റൂടാ. നീ ഇത്ര കഴിച്ചില്ലേ? ഇത് ഇനി ബാക്കി ഏകദേശം 3 ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ 2 ഐറ്റം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ മോനെ ഇവിടെ എത്തിയെന്നാ. 9 ഐറ്റം ഇത് തന്നെയായി. ഇത് കഴിച്ചു തീർക്കുമ്പോ എന്തായാലും 5K ആയി. നീ പുറത്തോട്ട് ഓടിയിട്ടൊക്കെ വാ. കാര്യമായിട്ട് കാര്യമായിട്ട്. പക്ഷെ സമയം 1 മണിക്കൂറുള്ള. ഇപ്പൊ തിരിച്ചു വരണം. സമയം വേണ്ടേ? അല്ല സ്ഥലം വേണ്ടേ? ഈ കഴിയടാ. 3 ഐറ്റം കൂടി ഉള്ളൂ. നോട്ടിയൊക്കെ അലിഞ്ഞു തുടങ്ങി. ഇവനൊക്കെ ഉണ്ട്. മധുരത്തിന്റെ മത്ത് അടിക്കുന്നില്ലേ? ബ്രെയിൻ ഫ്രീസ് ആണോ മത്താണ് ഏറ്റവും കൂടുതൽ? രണ്ടും ഉണ്ട്. ഒരേ ലെവലില്. ഞാൻ സൈഡിലോട്ട് വെക്കുക. കഴിക്കാതെ പോവില്ല. അടുത്തെടുക്കുക. ഇത് വെനില ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. ഈ വെനില ഐസ്ക്രീം ഇപ്പൊ ഒരു സമാധാനം കേട്ടോ. ഇത്രയും കഴിച്ചോണ്ടിരുന്ന മൊത്തം ചോക്ലേറ്റ് അല്ലേ, ഹെവി ആയിട്ട്. നീ സമയം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി ഹാർഡാകത്തേ ഉള്ളൂ. എന്റെ കാര്യം പറയും. ഗ്യാസ് വരുന്നു. എന്താ ബിസ്ക്കറ്റാണ്? വിയർത്തോടാക്കിയില്ലാടാ. ശരി കേട്ടോ, തണുപ്പ് വെച്ചിട്ട് കയറുക. നിനക്ക് കഴിക്കാൻ പറ്റുന്നതിനൊക്കെ പറയാൻ കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നീ ഒരു റൗണ്ട് ചോദിക്കുക പറ്റുമായിരിക്കുമോ? ഇത് കഴിയുമോ? അങ്ങനെ കോൺഫിഡൻസ് പോയിട്ടില്ല. പക്ഷെ കോൺഫിഡൻസേ ഉള്ളൂ. ഏതൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കഴിക്കാൻ പറ്റുന്ന ചുമ്മാ മനുഷ്യനെ കുഴപ്പിക്കാൻ വേണ്ടിട്ട്. ഈ മൈൻഡ് ക്രാഫ്റ്റിനകത്ത് ഹാർട്ട് കുറയത്തില്ലേ? അതുപോലെ ഇവ കഴിക്കുന്നവരല്ല. നീ ഇത്ര വിയർക്കുന്ന സാറ് വിയർക്കാറുണ്ടോ? എത്ര കഴിക്കാറുണ്ട്? ഭയങ്കരമായിട്ട് വേർക്കും. ആണോ? കഴിക്കുമ്പോഴും വിയർക്ക്? കഴിക്കുമ്പോഴാണ് എപ്പോഴും വേർക്കും. അത് കുഴപ്പമില്ല. നീ നടന്നിട്ട് പാടാണെങ്കിൽ ശരിക്കും. ശരി. എനിക്കെന്താ കുഴപ്പത്തില്ല, സമയമുണ്ട്. എന്നിട്ട്
ബോയ്സ്, അപ്പോൾ അവൻ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഫിഡൻസ് ഒക്കെ ഒരു ലെവൽ വരെ എത്തി. ഇനി അങ്ങോട്ട് മുമ്പിലോട്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ പ്രതീക്ഷയില്ല. എന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്താൽ എവിടെ വരെയെങ്കിലും എത്തിക്കാൻ പറ്റും എത്തിക്കും. അവനെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നിർത്താം. ഇപ്പം എന്തായാലും അവൻ 1-2 കൂടി കഴിച്ചാലേ 5K ആകത്തുള്ളൂ. 10K വലിയൊരു സ്വപ്നമായി നിൽക്കും. എന്നാലും ഞാൻ അവൻ കഴിക്കും. അവൻ്റെ കോൺഫിഡൻസിലാണ് അവൻ തള്ളി പോകുന്നത്. ഇതുവരെയായിട്ട് ഫുഡ് അവൻ ഏകദേശം മതിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർബക്സിനകത്ത് ഒരുത്തം കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കുറെ മുമ്പിലോട്ട് പോയപ്പം ഇവന് അതൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷ. നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇവന്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് ആൻഡ് ബിസിനസ് ഇവന്റ് ഓഡു കമ്മ്യൂണിറ്റി ഡേയ്സ് 2025 ഓഗസ്റ്റ് 13-14 മഹാത്മാ മന്ദിർ ഗാന്ധിനഗറിൽ നടക്കാൻ പോവുകയാണ്. ഇവിടെ 20,000-ലധികം ടെക് യൂസേഴ്സും ഓൺടർപ്രണേഴ്സും എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലേണിംഗിനും നെറ്റ്വർക്കിംഗിനും. ഇവന്റിൽ നിങ്ങൾക്ക് കിട്ടും 150+ ഇൻസ്പയറിംഗ് ബിസിനസ് സെക്ഷൻ, 200+ എക്സിബിറ്റേഴ്സ്. അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ പറ്റും. അതിന്റെ എൻട്രി ഫ്രീ ആണ്. അതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് കാര്യം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ടോപ്പ് സ്പീക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അമൻ ഗുപ്തയും വരുന്നുണ്ട്, കോ ഫൗണ്ടർ ആൻഡ് CMO ഓഫ് ബോട്ട് ആൻഡ് ഷാർക്ക് ടാങ്കിൽ ഒരു ഷാക്കും കൂടിയാണ്. പരൽ ഗുലാട്ടിയും വരുന്നുണ്ട്, അവരൊരു ആക്ട്രസ്, ഓൺടർപ്രണർ ആൻഡ് മാർക്കറ്റിംഗ് മാവറിക് ആണ്. ഷാരൻ ഹെഡ്ജും വരുന്നുണ്ട്, ഫൗണ്ടർ ഓഫ് 1% ക്ലബ്, ഒരു പേഴ്സണൽ ഫൈനാൻസ് എക്സ്പെർട്ട് ആണ്. രൺവീർ അലബാദിയും വരുന്നുണ്ട്, ബിയർ ബൈസും നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിലെ ഒരു ലീഡിംഗ് യൂട്യൂബർ, പോഡ്കാസ്റ്റർ, ഓൺടർപ്രണറുമാണ്. ഇതിന്റെയൊക്കെ പൊക്കത്ത് ഇവിടെ നെറ്റ്വർക്കിന്റെ കൂടെ തന്നെ ലൈവ് കോൺസേർട്ടും ആഫ്റ്റർ പാർട്ടിയും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പൊ പോയി സ്ലോട്ട് ബുക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുക. ഭയങ്കരമായിട്ട് വെറുത്തു. ഇനി ഓക്കെ ആണോ? ശരീരത്തിന് പറ്റണ്ടായിരുന്നു, മനസ്സിന് പറ്റിയാലും. എന്നാ കഴിച്ചോ, ഇനി ഓക്കെ അല്ലേ? ബ്രോ റിജുവിനേറ്റ് ആയിരിക്കുകയാണ്, എക്സ്ട്രാ ബൂസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നിസ്സാരം. There has never been a better contestant than this one. ശരിക്കും ഞാൻ തിരുവടി പറഞ്ഞതാ. ഇവന്റെ എഫേർട്ട് ഞാൻ മാനിക്കുന്നു. എന്നുവെച്ചാൽ കഴിക്കാൻ മനസ്സ് വയർ അനുവദിക്കുന്നില്ല, പക്ഷെ മനസ്സ് വിട്ടുകൊടുക്കുന്നില്ല. കഴിച്ചോ അതുകൂടി തീർന്നു. ആ ഐറ്റം കൂടി തീർന്നു. 8 ഐറ്റം കഴിച്ചല്ലേ 5K. ഇതിന് 2 കഴിച്ച് 9 ഫുൾ ഉള്ളത്. അപ്പൊ ഇതിന് 2 കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. 5K ആവും. ഈ നോട്ടി കഴിച്ച് കൃത്യക്ക് അത് അലിഞ്ഞു തുടങ്ങി. എനിക്ക് വേണ്ടി നോട്ടി വെയിറ്റ് ചെയ്യും. നീ കുടിക്കുക, അതായിരിക്കും നല്ലത്. കുൽഫിയാണ് കൊണ്ടിട്ട് കുടിച്ചു വാങ്ങിക്കുന്നത്. 2 സ്വീറ്റ് ആണെങ്കിൽ ഇവന്റെ ചാൻസസ് മുമ്പിലോട്ട് ഇനിയും സ്ലിം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ നീ പിന്നെ എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര ഉന്മേഷം ഇതൊക്കെ കഴിക്കാൻ? പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് കയറി കഴിക്കും. കഴിച്ചോ ഒരെണ്ണം കൂടി ഇത് കഴിച്ചിട്ട് പിന്നെ ഒരെണ്ണം കൂടി. അപ്പം 5K നമ്മൾ 10K ഒക്കെ വന്നിരിക്കുന്നത് ഒന്നുമല്ല. നീ കഴിച്ചോ. ചൂടായിട്ട് മറ്റേ ആ ചോക്ലേറ്റ് ഉണ്ട്. വേണ്ട, ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സ് കൊടുക്കുക. എക്സ്ക്യൂസ് പറയുന്നില്ല, ശരിക്കും ഇങ്ങനെ കേട്ടോ. അതും ചോക്ലേറ്റ് അല്ലേ, നീ എങ്ങനെ കഴിക്കും? ഒരു ഐഡിയ ഇല്ല. കഴിക്കുന്നു. ഞാൻ കഴിക്കാനാ. നിനക്ക് അടുത്ത ഞാൻ ചോക്ലേറ്റ് എന്തായാലും ഓർഡർ ചെയ്യുന്നില്ല. സ്ട്രോബെറി ചീസ് കേക്ക് സൺഡേ, അൽഫോൺസോ മാംഗോ ഫ്രൂട്ട് സൺഡേ. അൽഫോൺസോ മാംഗോ ഫ്രൂട്ട് സൺഡേ. സൺഡേ ആണോ? സൺഡേ. ഇത് പറ്റൂല്ല. എന്താ ഇതിനെന്താ സ്ഥിതി? കഴിക്കും. അതുകൊണ്ട് പറ്റുമോന്ന് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്യും. ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നുണ്ട്, അതാ പ്രശ്നം. അതായത് ശരി, ഞാൻ ഇത് കഴിച്ചോളാം, നീ വേറെ ആൾ എടുക്ക്. നിന്നെ ഇത്ര ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അടുത്ത ചോക്ലേറ്റ് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നീ കഴിച്ച് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് വരാം. അൽഫോൺസോ മാംഗോ ഫ്രൂട്ട് ക്രീം സൺഡേ ആണ്. പിന്നെ ഒരു വെനില ആൻഡ് മാംഗോ സോസ് ചീസ് കേക്ക് സൺഡേ ഉണ്ടാകും. ജെലാറ്റോ ഒരു മാംഗോ ആൻഡ് ക്രീം ജെലാറ്റോ തന്നെ. അതിന് ചോക്ലേറ്റ് കൊടുക്കുന്നില്ല, തിരിച്ച് വീട്ടിൽ നടന്നു പോകുന്നു. ബ്രോ ഈ 2 കൂടി കഴിച്ച് കഴിഞ്ഞാൽ 5000 രൂപ കിട്ടും കേട്ടോ. ഇത് ഞാൻ എന്തായാലും കഴിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 3 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നിനക്കൊരു 1 ടൈം ഓപ്പർച്യൂണിറ്റി തരാം. ഈ 3 കൂടി കഴിച്ച് കഴിഞ്ഞാൽ 7.5K തരാം. ഞങ്ങൾക്ക് തന്നെ 7.5Kയുടെ ഒരു ചെക്ക് പോയിന്റ് കൊടുക്കാറില്ല, പക്ഷെ ഇത്ര എഫേർട്ട് ഇടുന്നതുകൊണ്ട് മാത്രം 3 കൂടി കഴിച്ചാൽ കേട്ടാ. ഇത് ഞാൻ കഴിക്കാം. അപ്പോൾ ടെക്നിക്കലി നിനക്ക് ഇത് ഓൾമോസ്റ്റ് തീർന്നു. നിനക്ക് ഒരു 1 ബൈറ്റ് കണ്ടേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് 3 പറ്റുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നീ മനധൈര്യം മാത്രമേ ഉള്ളൂ, ഇപ്പൊ ശരീരം സമ്മതിക്കുന്ന ഡൗട്ടായിരിക്കും. സുഹൃത്തുക്കളെ, ഇത് കഴിച്ചു തീർക്കുക. തീർത്താ വിപ്പ് ക്രീം ഉണ്ടോ? കഴിച്ചു ഇനി അത് കഴിയും. ഈ ചോക്ലേറ്റ് ഞാൻ നോക്കണം. കുറച്ചേറെ മെൽക്കിട്ടല്ലേ ഇത് ടേസ്റ്റ് നോക്കാം. കണ്ടിട്ട് തന്നെ എനിക്ക് കണ്ണെന്തോ ചോക്ലേറ്റ് ഹെവി ആയിട്ടാ. ഞാൻ പറഞ്ഞേ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ടാസ്ക് ആയിട്ട് തോന്നും, പക്ഷെ ചോക്ലേറ്റ് ആണെങ്കിൽ നീ അത് കുടിച്ച് തീർക്ക്.
10 ട്രൈ ചെയ്യുന്നത്. ഇപ്പോഴും പത്തി പിടിച്ചോണ്ടിരിക്കുവാണോ? പത്തി പിടിച്ചോണ്ടിരിക്കുക. പത്തി പിടിച്ചല്ല, മറ്റേ കുന്നോളം ആഗ്രഹിച്ചാലേ ആ സ്കീമാ. നോക്കാം, തൽക്കാലത്തേക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ പകുതി കഴിഞ്ഞു. ഒരു പകുതി തുടങ്ങുന്നതിന് മുന്നേ വന്നോണ്ടിരിക്കുക. 5 minutes എത്തി ഓൾറെഡി. ജീവിക്കാൻ സമ്മതിക്കില്ലേ? നിനക്ക് വേണ്ടി പറ്റിയതാ. ചോക്ലേറ്റ് ഇല്ല. അപ്പൊ നിന്റെ 3 ഫൈനൽ അല്ല 7.5 ഡിഷ് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം വീഴ്ത്തിയ താഴെയൊക്കെ. എന്ത് ചെയ്യാനായിട്ടാ ഇത് മൊത്തം ഇങ്ങനെ കുത്തി നിറച്ചാ തരുന്നേ? പറ്റുമോ പറ്റില്ലയോ? ഇപ്പഴേ മനസ്സിലായി കാണുമല്ലോ പറ്റുമോ വരുന്നില്ലെന്നൊക്കെ. പറ്റിക്കും. നീ എവിടെന്ന് പറയുന്നു? ഈ ചോക്ലേറ്റ് കൊണ്ട് ഇവിടെ വെച്ചിരുന്നെങ്കിൽ നീ അവിടെ തന്നെ. സത്യം കേട്ടോ. കമോൺ ക്രിസ് കഴിച്ചിന്ന് ഇറങ്ങുന്നില്ലേ പറയണം. ഇറക്കും. നിന്റെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ 3 കൂടിയോ 12 ഐറ്റം ഫുള്ള്. ആ സാധനം കണ്ടു കഴിയുമ്പോൾ തന്നെ വാളൊക്കെ വേണം. നീ കാണുന്നതിന് മാത്രം എന്തോ കഴിച്ചല്ലേ? നീ കഴി തുടക്കത്തിലൊക്കെ എന്തോ ഒച്ചയും ബഹളവും. ഇപ്പൊ ഒടുക്കത്തെ നിശബ്ദത. അതാ മറ്റേ ആമയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തോറ്റു. നീ എങ്ങനെ കഴിക്കുന്നടാ? ഇത്ര ആയില്ലേ? 1 ലിറ്റർ ഒന്നും കഴിച്ചതില്ല. 1 ലിറ്റർ ഒന്നും അല്ല, അതിന് 9 സ്കൂപ്പ് 10 സ്കൂപ്പ് കാണും. അതിനകത്ത് അത് തന്നെ ഒരു 10-200 ml സിറപ്പ്. നല്ല ഉരുണ്ടുണ്ടായിരുന്നു. നല്ലതുണ്ട്. സിറപ്പും വിപ്പ് ക്രീമാണ്. നീ കഴി. എവിടെ നിന്ന് കഴിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. നീ 1 മീൽ കഴിച്ചാണെന്ന് തോന്നുന്നു. കുറെ ഏറെ ആയ. ഈ ചോക്ലേറ്റ് നല്ല ഹെവിയാണ്. ഇത് എങ്ങനെ 4-5 ഐറ്റം കഴിച്ചെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഞാൻ തീർത്തേനെ. അല്ലെങ്കിൽ ഞാനത് മാക്സിമം ഞാൻ ചത്തിൽ തന്നെ ഞാൻ തീർത്തിട്ടേ കൂടും. വാള് വെച്ചില്ലെങ്കിൽ ഞാൻ തീർത്തിട്ട് കൂടും. തീർന്നു. 2 തിന്ന് തീർക്ക്. പിന്നെ 7.5 ഈ ചെറുത് പിടിച്ച് തീർക്ക്. ചെറുതെ പിടിച്ചോ. ഈ 11ാമത്തെ ഐറ്റം. ശരി, ഞാൻ ഒരെണ്ണം കഴിച്ച 10 യഥാർത്ഥി 10ാമത്തെ ഐറ്റം. പക്ഷെ 11ാമത്തെ ഐറ്റം 7.5. നീ കുറവ് ടൈമേ ഉള്ളു കേട്ടാ. 10 മിനിറ്റ് കൂടി. തല വരയ്ക്കുന്നു കേട്ടോ. 2 എണ്ണം കൂടിയുടെ 5K എന്തായാലും കിട്ടി. ഞാൻ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കുക. പറ്റുന്നില്ലേ പറ, നമുക്ക് നിർത്താം. ടൈം വരുന്നവരെ ഞാൻ തിന്നും. ടൈം തീർന്നാലും തിന്നുമെന്നാ? അല്ല, ടൈം തീരുന്നവരെങ്കിലും ഞാൻ അങ്ങനെ. ടൈം തീരാൻ ഇനി 8 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. 2 എണ്ണം. സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം തീർക്കാൻ പോവുകയാണ്. ഒരു ബൈറ്റും കൂടി. ലാസ്റ്റ് ബൈറ്റ്. 4 മിനിറ്റും കൂടി. ഇത്രേ ഉള്ളൂ. 4 മിനിറ്റ് തീരുവാണ്. തീർക്കണം. പക്ഷെ 4 മിനിറ്റ് തീർക്കും. കമോൺ ഫാസ്റ്റ്. 4 മിനിറ്റ് തീർത്ത 3 മിനിറ്റും കൂടി. ഇവൻ എങ്ങനെ ഇങ്ങനെ വലിയ പീസ് എടുത്ത് തിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ 2 മിനിറ്റ്. 7.5Kയുടെ കാര്യമാണ്. 7 മിനിറ്റ്. 2 മിനിറ്റും കൂടി. 2 മിനിറ്റും കൂടി. ദൈവമേ, അവസാന നിമിഷത്തിൽ ഇത്രയും ഉന്മേഷം എവിടെ നിന്ന് കയറി വന്നു? 2 മിനിറ്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതെങ്ങനെ ബ്രെയിൻ പീസ് ഒക്കെ ആയിരുന്നല്ലോ. എന്ത് പറ്റി? വിയർക്കൊക്കെ ആയിരുന്നല്ലോ. അവസാന നിമിഷം കയറി ഒറ്റയടിക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് എനിക്കൊന്നും മനസ്സിലാവില്ല. 1 മിനിറ്റും കൂടി. Boys, we have a new victor. 7.5K. എങ്ങനെ സാധിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്കൊരു പുതിയ വിക്ടറി കിട്ടിയിരിക്കുന്നു. നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 7.5K. എനിക്ക് എങ്ങനെ ചെയ്തെന്ന് മാത്രം ഒരു ഐഡിയ ഇല്ല. എന്നുവെച്ചാൽ അവൻ അവിടെ വരെ എത്തിയപ്പോൾ അവൻ ഓൾമോസ്റ്റ് തീരുമാനമായതാണ്. കുറെ ഏറെ കഴിച്ചു. എന്തായാലും നീ ഇനി റെസ്റ്റ് ചെയ്യും. നിനക്കാനുള്ള പൈസ നിന്നിട്ട് നിന്നെ തിരിച്ച് വീട്ടിലോട്ട് വിടാം. താങ്ക് യു. അപ്പം എങ്ങനെ വന്നു? എന്തൊക്കെയോ തോന്നുന്നുണ്ട്. 2 ദിവസത്തെ മൊത്തം പെയിന്റ് അല്ല, മറ്റേ 2 ദിവസത്തുള്ളൂ. നീ നമ്പർ പറ. 7.5K ഇട്ടിട്ടുണ്ട് ക്രിസിന്. ഇനി എപ്പോഴും കാണാം. ഇതിൽ എരിവും പുളിയുള്ള ചാലഞ്ച് ഉള്ള പോലെ. ശരി. നമ്മൾ ഇവിടെ പേ ചെയ്തിട്ടില്ല. അതേ പേ ചെയ്തു. ഇവനപ്പോ എത്ര രൂപ കഴിച്ചത് നിങ്ങൾ അറിയില്ലല്ലോ. എത്രയും 3317. ഒരു 3400 ഐസ്ക്രീം ഇട്ടു. അപ്പോൾ നമുക്ക് അപ്പോൾ ഓൾ ഇന്ത്യ ഓൾ കേരള ട്രിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം അത് ലൈവ് സ്ട്രീം ആയിരിക്കും. അത് എൻ്റെ വ്ളോഗ് ചാനലിൽ വന്ന് കാണുക. സി